മാധ്യമപ്രവർത്തകർ ചോദിച്ച കാര്യം സഖാവ് വി എസിന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്തത്. ഇപ്പൊ വി എസിന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെന്റും 21-ാം തീയതിയിലെ പത്രത്തിലെ വി എസിന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം. കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21-ന്റെ പത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് കെ വി സുധാകരന്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത വി എസിനെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു വാർത്തയും വന്നതായിട്ട് കണ്ടു. അപ്പോ ഓരോ സമയത്തും അതത് സമയത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇതിനിടയിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു, അച്ചടിച്ച പത്രം കൊടുത്തില്ല. നിങ്ങൾ ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ ആളും എന്നോട് പറയുന്നത് അച്ചടിച്ചു കൊടുത്തില്ല എന്നാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പൊ പഴയതുപോലെയല്ല. ഇപ്പൊ ഞായറാഴ്ച പതിപ്പും പത്രത്തോടൊപ്പമാണ് അച്ചടിക്കുക. പണ്ടൊക്കെ പ്രത്യേകമായി അച്ചടിച്ചിട്ട് പത്രത്തിലേക്ക് ഇതുകൂടി ചേർത്ത് വെച്ചിട്ടല്ലേ കൊടുത്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പത്രം അച്ചടിക്കുമ്പോൾ ഞായറാഴ്ച പതിപ്പ് കൂടി അച്ചടിച്ച് ഒരുമിച്ചാണ് വരിക, മെഷീനിൽ നിന്ന് വരിക. രണ്ടായി കൊടുത്താൽ വിതരണക്കാർ ഇപ്പൊ അത് വിതരണം ചെയ്യില്ല. അവർക്ക് പറ്റില്ല ഇത് വെക്കാൻ. നിങ്ങളിൽ ചിലർ പത്രങ്ങൾ കൂടി നടത്തുന്ന മാനേജ്മെന്റ് ആണല്ലോ, അവിടെ അന്വേഷിച്ചാൽ അറിയും. ഒരുമിച്ചാണ് അച്ചടിക്കുക. അപ്പൊ അച്ചടിച്ചിട്ടേ ഇല്ല. അച്ചടിക്കാത്തതാണ് സാങ്കേതികമായ കാരണം. ഇനി അത് പറയാനും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ പത്രം അച്ചടിക്കുന്നത് ഒരു സ്വകാര്യ പ്രസിൽ നിന്നാണ്. ആ പ്രസിൽ യന്ത്ര തകരാറുണ്ടായതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊട്ടടുത്ത ജില്ലയിലുള്ള യൂണിറ്റിലാണ് 2 യൂണിറ്റിലെയും പത്രം ഒരുമിച്ച് അച്ചടിക്കുന്നത്. അപ്പൊ സമയബന്ധിതമായ അച്ചടി പൂർത്തീകരിക്കുന്നതിലൊക്കെ ചില്ലറ വിഷമതകൾ ഞങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ അച്ചടിക്കുന്ന സ്വകാര്യ പ്രസിലും തകരാറ് പരിഹരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച പതിപ്പ് തിങ്കളാഴ്ചയിലെ പത്രത്തിന്റെ ഒപ്പം കൊടുക്കാം, ഇന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് സാങ്കേതിക പ്രശ്നം. ഈ നാടകം എന്ന് പറഞ്ഞാൽ ഏത് നാടകമാണ്? നാടക നിരൂപണം എന്ന് പറഞ്ഞാൽ ഏത് നാടകത്തെക്കുറിച്ച്? അല്ല, അത് ഏത് നാടകത്തെക്കുറിച്ചാണ്? അപ്പൊ നാടകമല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. വി എസിനെ കുറിച്ച് എന്നാണല്ലോ ആദ്യം വാർത്ത കൊടുത്തത്. വി എസ് ആദ്യ പേജാണ്. ഞായറാഴ്ച പതിപ്പിന്റെ 4 പേജുള്ള ഞായറാഴ്ച പതിപ്പിന്റെ ആദ്യ പേജിലാണ് സഖാവ് കെ വി സുധാകരന്റെ അനുസ്മരണ ലേഖനമുള്ളത്. വി എസിന്റെ മനോഹരമായ ഛായാചിത്രവും മറ്റു 2 ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ആദ്യ പേജാണ്. ഒരു പേജ് മുഴുവനാണ്. അവസാന പേജും വി എസ് തന്നെയാണ്, മറ്റു ചില ചിത്രങ്ങളൊക്കെ ആയിട്ട്. അതായത് സാധാരണ നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യ ചരമദിനത്തിന് വി എസിനെ പോലെ ഒരാളെ, ദേശാഭിമാനി പോലെ ഒരു പത്രം ആ നിലയിലാണല്ലോ. അപ്പൊ ഒരു പേജ് മാത്രമായിരിക്കില്ലല്ലോ. അങ്ങനെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹമാണ്. നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഈ പത്രത്തിന്റെ മാറ്ററെല്ലാം ഇപ്പൊ സോഫ്റ്റ് കോപ്പി എന്റെ കയ്യിലുണ്ട്. അച്ചടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഈ പ്രചരിക്കുന്നതെല്ലാം വാസ്തവമില്ലാത്ത കാര്യമാണ്. പത്രം അച്ചടിച്ചിട്ടില്ല. അച്ചടിക്കാതിരുന്നത് നേരത്തെ പറഞ്ഞ തടസ്സം കൊണ്ടാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമായിരുന്ന കാര്യങ്ങളാണ്.
VS-നെ ഇതിലേക്ക് വലിച്ചിഴച്ചത് അനുചിതമായി പോയി. അത് തീർത്തും തെറ്റായി പോയി. നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഈ കാര്യം ചോദിക്കണം, ഉറപ്പുവരുത്തണം. അതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണ്ട് ബോധ്യപ്പെടാം. മറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിവരം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നാൽ ഇപ്പൊ ഞാനും ബോധ്യപ്പെടാം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത്? ഏതേ VS-ന്റെ വിഷയം വിട്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു. VS-ന്റെ നോ അങ്ങനെയല്ല. ഇന്ന് ആദ്യം വന്ന വാർത്ത VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി അതിനുവേണ്ടിയെന്നാണ്. എത്ര ഹീനമായ ഒരു പ്രചരണമാണ്. അതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ പുറകോട്ട് പോയോ? പറയൂ. ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ പത്രമാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചാനലാണോ കൊടുത്തതെന്ന് അറിയില്ല. പല ചാനലുകളിലും വന്നതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞോ? മറ്റൊരു കാര്യം, ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആരോഗ്യമന്ത്രി മുരളീധരൻ വലിയ പ്രസ്താവനകളൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത്. പൊതിച്ചോറ് ഇനി കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ അനുവദിക്കില്ലായിരുന്നു. അതിലെന്തെങ്കിലും കേരളത്തിന്റെ ഒരു ആശുപത്രിക്ക് മുന്നിലേക്കും അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല, ശക്തമായ നടപടിയെടുക്കും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ആ നിലയിൽ സന്ദർശിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പല സന്നദ്ധ സംഘടനകളും പല സഹായങ്ങളും ആശുപത്രികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളം സ്വീകരിച്ചതാണ്. ആരോഗ്യമന്ത്രിയോട് എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ദയവായി അന്നം മുടക്കരുത്, അന്നം മുടക്കിയ സർക്കാരാണ് എന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ജനം സ്വീകരിക്കില്ല. അത്രേ പറയാം. അദ്ദേഹം, നിങ്ങൾ ഈ പറഞ്ഞ ആൾ, ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ ഏറ്റവും ഉദാത്തമായ പ്രവർത്തനം എന്ന നിലയിൽ വിലയിരുത്തുകയും അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തതാണ്. അതിപ്പോഴും പൊതു ഇടങ്ങളിൽ ആ പ്രതികരണം ഉണ്ട്, അതുപോലെയുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് നിങ്ങളങ്ങനെ വിശേഷിപ്പിച്ചാൽ ഞാൻ അതിനോട് എതിർക്കൊന്നുമില്ല. ഞാനിപ്പോ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഇപ്പോ അദ്ദേഹം അങ്ങനെ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതൊക്കെ യാഥാർത്ഥ്യമായി വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഞാനതിൽ മുൻവിധിയൊന്നും കാണുന്നില്ല. പക്ഷെ നിലവിൽ കേരളീയ സമൂഹം സ്വീകരിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണത്. ഇതിപ്പോ പൊതിച്ചോറിന്റെ കാര്യത്തിൽ മാത്രമല്ലെന്നേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന ഏതാ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വർഷങ്ങളായി ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ അതിന് ആരോഗ്യവകുപ്പ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. ആ അവാർഡ് എല്ലാ വർഷവും ഡിവൈഎഫ്ഐ അല്ലേ ഏറ്റുവാങ്ങുന്നത്. അപ്പോ ഇനി മുതൽ അതും വേണ്ട എന്ന് പറയുമോ? പൊതിച്ചോറ് മാത്രമല്ല ഡിവൈഎഫ്ഐ കൊടുക്കുന്നത്. രക്തദാനം, നേത്രദാനം, പൊതിച്ചോറ്, ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം മറ്റത് മനസ്സിലാക്കി കാണില്ല. ഇനി നാളെ രക്തദാനം പാടില്ല എന്ന് പറയുമോ? നമുക്ക് അത്ഭുതപ്പെടണം. ഇത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് പറയാൻ കഴിയില്ല. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് ഒരിക്കൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടന ഡിവൈഎഫ്ഐ ആയിരുന്നു. ആ അവാർഡും ഏറ്റുവാങ്ങിയ സംഘടനയാണ് ഞങ്ങളുടേത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, പൊതിച്ചോറ് വിതരണം, രക്തദാനം, നേത്രദാനം എന്നു വേണ്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മുൻപോട്ട് പോയത്. അതിന് സമൂഹം വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം പിടിപ്പിച്ച കണ്ണടയിൽ കൂടി ഇത്തരം കാര്യങ്ങളെ കാണരുത്. വിശാലമായി ചിന്തിക്കാൻ ഭരണത്തിലിരിക്കുന്നവർ തയ്യാറാവണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ബാനറും പൊടിയൊന്നും ഇല്ലാതെയാണോ പൊതിച്ചോറ് കൊടുക്കുന്നത്? എന്താ അവര് കൊടുക്കാത്തത്? ഇതില് പറയട്ടെ, ഇത് പറയട്ടെ, ഈ കൊടിയും ബാനറും എല്ലാം പിടിച്ചിട്ടല്ല എല്ലാ ആശുപത്രികളിലും വിതരണം ചെയ്യുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ സംഘടന ഇതിനോടനുബന്ധിച്ച് 1000 ദിവസം പൂർത്തിയാവുന്നു,
5 വർഷം പൂർത്തിയാകുന്നു. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചില ചടങ്ങുകൾ നടക്കുന്നുണ്ടാവും. അതിലായിരിക്കും ഇങ്ങനെയെല്ലാം ഉള്ളത്. അതിനെയൊന്നും ഇങ്ങനെ വികൃതമായി ചിത്രീകരിച്ച് പറയാൻ പാടില്ലാത്തതാണ്. അത്തരം ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്നതായിരുന്നു. ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ഈ കൊടികളും ഈ ബാനറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് ചേർത്ത് ഇപ്പോ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ചെയ്യുന്നത് പോലെ അല്ലെങ്കിലും മറ്റ് ചില സന്നദ്ധ സംഘടനകൾ കേരളത്തിലെ പ്രാദേശികമായിട്ടുള്ള താലൂക്ക് ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. ചില സേവാഭാരതി പോലെ സംഘടനകൾ, ഇതുപോലെ കോൺഗ്രസിന്റെ സംഘടനകൾ തന്നെ ഈ നെയ്യാറ്റിൻകരയിലേക്ക് പ്രാദേശികമായി കൊടുക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് വ്യാപകമായി കൊടുക്കുന്നത്. അതൊന്നും അറിയാതെയാണോ കെ മുരളീധരൻ പൂർണ്ണമായി ഇതിനെ നിരാകരിക്കുന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എനിക്ക് ന്യായമായ സംശയമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കുന്നത് നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യം ഉൾപ്പെടെയുള്ള കാര്യം കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് കേരളത്തിലെ സാധാരണക്കാരായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ജനങ്ങളെല്ലാം സ്വീകരിച്ച അവർക്ക് വലിയ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐ അല്ലാതെ ആരെങ്കിലും ചെയ്താലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക. ഇത്തരം പ്രവർത്തന രംഗത്തേക്ക് യുവജന സംഘടനകളൊക്കെ കടന്നു വരണം എന്നാണ് ആഗ്രഹം. നിർഭാഗ്യവശാൽ അവരുടെ കൂടെയുള്ള യുവജന സംഘടനകളെ ഇതിലൊന്നും കണി കാണാൻ കിട്ടുന്നില്ല. ഒരുപക്ഷെ അതിലുള്ള ഇച്ഛാഭംഗമോ അസൂയയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു മന്ത്രി ഇങ്ങനെ അസൂയക്കാരനും അന്നം മുടക്കിയൊന്നും ആകാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ സമൂഹം അത് സ്വീകരിക്കില്ല. ഈ ദേശാഭിമാനി വിഷയത്തിൽ ഇപ്പോൾ ടി.സി. രാജേഷ്, അതായത് ഈ ലേഖനം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പിഴവ് എന്റേതാണ്, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് ഇത് ഓൺ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്, ഈ വിവാദം ഓൺ ചെയ്തുകൊണ്ടൊരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ടി.സി. രാജേഷ് ഈ ലേഖനം എഴുതി, കള്ളൻ വിജയനുമായി ബന്ധപ്പെട്ട ലേഖനം എഴുതിയ. ഇല്ലല്ല, ഞങ്ങളുടെ മുൻപാകെ വരുന്നൊരു പ്രശ്നമേ അല്ലാതെ, ഞങ്ങളുടെ മുമ്പിലുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾ ഈ പറഞ്ഞ ആളെ ഞാൻ അറിയുകയില്ല. ഓക്കെ.